Students, today we can discuss the price effect or change in price and price consumption curve. Okay. First of all, we can discuss a term zero income effect or neutral income effect. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the income effect is zero for those commodities which is the consumer purchase and fixed quantities. ഓക്കെ, സീറോ ഇൻകം ഇഫക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇൻകം കൂടിയാലും കുറഞ്ഞാലും എന്തായിരിക്കും ഒരേ ലെവലിൽ ഡിമാൻഡ്. ഓക്കെ, നമ്മളുടെ ഇൻകം കൂടി വെച്ചിട്ട് ആ ഐറ്റം എന്ത് ചെയ്യൂല, കൂടുതൽ വാങ്ങൂല. പക്ഷേ നമ്മുടെ ഇൻകം പറ്റേ കുറഞ്ഞു, പക്ഷേ ആ ഐറ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റ കുറച്ചും വാങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഇൻകം എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, സീറോ ഇൻകം ഇഫക്റ്റ് ഓർ ന്യൂട്രൽ ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ കേസിലുള്ള എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡ്രഗ്സ്, സാൾട്ട് എക്സെട്ര ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഹി വുഡ് ബൈ മോർ വെൻ ഇൻകം ഇൻക്രീസസ്, വുഡൻറ്റ് ബൈ, ഓക്കെ, ഹി വുഡൻറ്റ് ബൈ more when their income increases. Similarly, he wouldn't buy less when their income is decreases. Okay, so this means that he would buy such commodities in a fixed quantities whether the income increases or whether it is income decreases. So in this case, such commodities are, there is no ഇൻകം ഇഫക്റ്റ്. ഓക്കെ, ഇൻകം ഇഫക്റ്റ് ഇല്ലാത്ത കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡിൽ മാറ്റം വരില്ല. അതുപോലെ തന്നെ നമ്മുടെ എത്രത്തോളം ഇൻകം കുറയുന്നു അതിൽ ഡിമാൻഡിൽ നമ്മൾ എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല, അതിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇൻകം ഇഫക്റ്റ് എന്താവില്ല, ബാധിക്കില്ല എന്നാണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്, സീറോ ഇൻകം ഇഫക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ദ പ്രൈസ് ഇഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് പ്രൈസ് കൺസംഷൻ കർവ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എ പോസിബിൾ ദാറ്റ് ആൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ റിമെയിൻ ദി സെയിം ബട്ട് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി മേ ബി ചേഞ്ച്. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസാണ് ഇപ്പം പറയുന്നത്. എന്നാൽ എന്ത് മാറും പ്രൈസ് ഇഫക്റ്റിൽ, കമ്മോഡിറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ചസ് വരും. അങ്ങനത്തെ സിറ്റുവേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വെൻ ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി ചേഞ്ചസ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ ഓൾസോ ചേഞ്ചസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ ഓഫ് ദ കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഫാൾ the real income of the consumer increases. So then the consumer would shift to higher indifference curve. Okay, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൈസ് ഇഫക്റ്റിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, എന്നാൽ കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ എന്ത് വരുന്നു, ചേഞ്ചസ് വരുന്നു. ഇവിടെ രണ്ട് ടേം ഉണ്ട്, ഇൻകവും റിയൽ ഇൻകവും. ഓക്കെ, ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡി ക്യാഷിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് എന്ത് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റിയൽ ഇൻകം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്മോഡിറ്റി വാങ്ങുന്നത് 10 രൂപക്കാണ്. ഓക്കെ, എന്നാൽ ആ 10 രൂപൻ്റെ ഐറ്റത്തിൻ്റെ സാധനം മാർക്കറ്റിൽ എന്ത് ചെയ്തു വില കുറഞ്ഞു, 8 രൂപയ്ക്ക് കിട്ടി. ഓക്കെ, അപ്പം റിയൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, 2 രൂപ. ആ 2 രൂപയാണ് ഏത് റിയൽ ഇൻകം എന്നുള്ള ഐറ്റം. ഓക്കെ, ഇൻകം റിയൽ ഇൻകം മനസ്സിലായല്ലോ. ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലായി ക്യാഷായിട്ട് എന്താണുള്ളത് അതാണ് ഏത് റിയൽ ഇൻകം, സോറി ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ റിയൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിൽ ചേഞ്ചസ് വരുമ്പം കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗെയിൻ സംഭവിക്കുമല്ലോ. 10 നമ്മളെ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും, എന്നാൽ 10 8 ആകുമ്പോൾ 2 രൂപ നമുക്ക് അവിടെ ഒരു ഗെയിൻ കിട്ടിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ദ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ ഓൾസോ ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട് നമ്മുടെ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് മാറുമ്പോൾ. സോ ദ സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ ഈസ് ദി കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ് വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഫാൾ ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. ഓക്കെ, സോ ദെൻ ദ കൺസ്യൂമർ വുഡ് ബി ബെറ്റർ ഓഫ് and according to he would shift to the higher indifference curve. On other hand, if the price of goods rises, the real income of the consumer is falls. Then he would worse off. Okay, according to he would shift a lower indifferent curve. ഓക്കെ, ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഗെയിൻ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രൈസ് എഫക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ക്വാണ്ടിറ്റി ഓൺ പർച്ചേസ്ഡ് ഈസ് നോൺ ആസ് പ്രൈസ് ഇഫക്റ്റ്. ഓക്കെ,
ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം അതിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യുന്ന ടേമിന് പറയുന്ന പേരാണ് എന്ത്, പ്രൈസ് ഇഫക്റ്റ് അല്ലെങ്കിൽ പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഇനി നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നോക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ പറഞ്ഞിട്ടാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഇൻ കൺസംഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്സ് ഷോ ദ ചേഞ്ചസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദി റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ് while it become consumer remain constant. ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഇൻകം എന്താണ്, കൺസ്യൂമറിൻ്റെ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് പകരം മറ്റേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഐറ്റത്തിൻ്റെ സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യാണ്, നമ്മൾ മറ്റേ ആ വില കുറഞ്ഞ ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the substitution effect show the changes of the quantity of a good purchased due to changes of the relative price of a good. Okay, so while the income of the consumers remain the constant. Okay, when the price of goods fall, the real income of the consumer increases. നമ്മൾ റിയൽ ഇൻകം പറഞ്ഞു, ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കൂടിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആൾ ആ കുറഞ്ഞ പ്രൊഡക്റ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ അവർക്ക് എന്തിട്ടുണ്ട്, അവരുടെ റിയൽ ഇൻകം കൂടുന്നുണ്ട് അല്ലേ. നമ്മൾ മൊത്തം നമ്മളെ അടുത്ത് ക്യാഷ് 10 രൂപയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിന് ചിലവാക്കാനുള്ളതെന്നുണ്ടെങ്കിൽ 8 രൂപക്ക് ആ സാധനം കിട്ടുമ്പോൾ 8 രൂപ നമുക്ക് പോകാം, നമുക്ക് അവിടെ റിയൽ ഇൻകം ആയിട്ട് എന്തിട്ടുണ്ട്, 2 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ വെൻ ദ price of a good fall, the real income of a consumer increases. That induces a consumer to buy more on the substitute. Okay, in this place on the costlier goods. Okay, this is called the substitution effect. So the changes of the price has both income as well as substitution effect. Okay, അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് കൂടിയാലോ കുറഞ്ഞാലോ അതെന്തിനൊക്കെ ബാധിക്കുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിലായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻകം എഫക്റ്റായിട്ടും വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഹെക്ഷ്യൻ ഡീകമ്പോസിഷൻ പ്രൈസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻകം ഇഫക്റ്റഡ് ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഓർ സെപ്പറേറ്റഡ് ഓർ ബ്രേക്കപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം ഇഫക്റ്റ് ഫ്രം ദ പ്രൈസ് ഇഫക്റ്റ്. ഓക്കെ, ഹിക്ഷ്യൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ള ആസ് പെർ ദ ഫോൾ ഓഫ് ഡിമാൻഡ് നോർമൽ ഗുഡ്സ് ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇതൊരു കേൾക്കാൻ ഒരു രസമില്ലാത്തൊരു ടേമാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കുക. ഹിക്ഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഏത് കൊണ്ടുവന്നിട്ടുള്ളത്, JR ഹിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വെൻ ദ പ്രൈസസ് ഫോൾസ് ദ റിയൽ ഇൻകം ഇൻക്രീസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിയൽ ഇൻകം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് എ റിസൾട്ട് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഇൻക്രീസസ്, ദിസ് ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ്. ഓക്കെ, സോ ദിസ് ദ പ്രൈസ് ഫോൾസ്, ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് ബോത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ബോത്ത് ദ ഇൻകം ഇഫക്റ്റ്. Okay, in other words, price effect is equal to substitution effect plus income effect. So now the question is arises that if the P is equal to P means price effect is equal to substitution effect plus income effect, then how this should be separated for decompose. Decompose means separate ആക്കുക അല്ലെങ്കിൽ രണ്ടായിട്ട് വേർതിരിക്കുക. Okay, so there is a two method of decomposition of price effect into substitution effect and income effect. One of the method was given by JR Hicks and other method is suggested by the E. Slutsky. Okay, Slutsky. Here we discussed only the method of Hicks or Hickson approach. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് എഫക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് എഫക്റ്റിന് എന്തൊക്കെ ബാധിക്കുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ബാധിക്കുന്നുണ്ട്, ഇൻകം ഇഫക്റ്റും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെയുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിട്ടുള്ളത് P is equal to SE plus IE ആകുമ്പം ഹൗ ദേ ഷുഡ് ബി സെപ്പറേറ്റഡ് ഓർ ഡീകമ്പോസ്ഡ്. ഇങ്ങനെ ആകുമ്പോൾ ഇതിന് രണ്ടിനെയും എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരൊക്കെ, JR ഹിക്സും അതുപോലെ E. സ്ലസ്കിയും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് മെത്തേഡ് തന്നിട്ടുണ്ട്. ഹൗ ടു ഡീകമ്പോസ്ഡ് ഈച്ച് അതർ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഓക്കെ, നമുക്കിവിടെ പഠിക്കാനുള്ളത് JR ഹിക്സിൻ്റെ
എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് പ്രൈസ് ചേഞ്ചസിലുള്ളത് എന്നാണ് പഠിക്കാനുള്ളത്. സോ ഹിക്സ് ഹാസ് സെപ്പറേറ്റഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ് ഫ്രം ദ പ്രൈസ് ഇഫക്റ്റ് ത്രൂ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം ആൻഡ് the changing relative price of a goods while keeping the real income of the consumer constant. Okay, according to Hicks, when the relative price of the goods change, the money income on the consumers altered in such a manner that is real purchasing power remain constant and is neither better off or nor worse off than before that consume remain on the same indifference curve. Okay, ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹിക്ഷൻ അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമുക്ക് ഇത് നോക്കിയാൽ അറിയാം. ഹിക്ഷൻ അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മുടെ പ്രൈസ് എഫക്റ്റിൽ എന്ത് ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഇൻകം എഫക്റ്റും ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെയും ബാധിക്കുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ബാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഹിക്ഷൻ അപ്രോച്ചിൽ പറയുന്നത് അയാൾ ആ രണ്ടെണ്ണത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീകമ്പോസ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കി. ഓക്കെ, സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അയാൾ പറയാണ് ഈ രണ്ടിലും തമ്മിലുള്ള എന്തില്ല, അയാൾക്ക് കൂടുതലായിട്ട് ഒന്ന് കിട്ടി, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, യൂട്ടിലിറ്റി കിട്ടിയെന്നും പറയാൻ വയ്യ, എന്നാൽ എന്ത് ചെയ്യുക, കുറഞ്ഞ് കിട്ടിയെന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇതിൽ നമ്മുടെ ഹിക്ഷൻ അപ്രോച്ചിൽ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ഇൻകത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ, നമ്മൾ റിയൽ ഇൻകത്തിൻ്റെ കേസ് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റത്തിന് നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് 10 ആ 10 8 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ 2 നമുക്ക് ഒരു വേരിയേഷൻ ഗെയിൻ കിട്ടുന്നുണ്ട്. ആ 2 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ആ പ്രൊഡക്റ്റിനെ വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം, ആ ഗെയിൻ കൊണ്ട് വേറെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയാം, അത്ര തോനെ കിട്ടിയെന്ന് പറയാൻ വയ്യ, എന്നാൽ ഒറ്റ തീരെയും കിട്ടിയില്ല എന്നും പറയാൻ വയ്യ. ഓക്കെ, അപ്പം ആ സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുകയാണ് ആര്, നമ്മുടെ ഹിക്ഷൻ അപ്രോച്ച് പഠിക്കുന്നത് അതാണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ത്, ബൈ ദി ചേഞ്ചിങ് ദ കൺസ്യൂമേഴ്സ് by the changing the relative price of a good while keeping the real income of the consumer constant. ഈ കേസിൽ എന്താണ്, കൺസ്യൂമറുടെ ഇൻകം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിൽ മാറ്റമില്ല, എന്നാൽ പ്രൈസിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ഹിക്സ്, വെൻ ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ഗുഡ്സ് ചേഞ്ച്, ദ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ഓൾട്ടേഡ് ആസ് എ സച്ച് മാനർ ദാറ്റ് റിയൽ പർച്ചേസിംഗ് പവർ റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് നെയ്തർ ബെറ്റർ ഓഫ് ആൻഡ് നോർ വേഴ്സ് ഓഫ് ദാൻ ബിഫോർ. ഓക്കെ, മുന്നത്തെ കേസിനെക്കാട്ടും കൂടുതൽ ബെറ്റർ ആയി എന്ന് പറയാൻ വയ്യ, എന്നാൽ എന്തായിട്ട് ഇല്ല, ബെറ്റർ വന്നിട്ട് ഇല്ല എന്നും പറയാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഇത് ഹിക്ഷൻ അപ്രോച്ച് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് ദ കണ്ടിന്യൂസ് റിമെയിൻ ദ സെയിം ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെയിം തന്നെ ആയിരിക്കും ഇൻഡിഫറൻസ് കർവ് എന്നാണ് ഇവിടെ ഈ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നോട്ട്സും ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതിൽ വിടുന്ന ഈ PPT ഫയലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു വെക്കുക. കുറേ പ്രാവശ്യം വായിച്ചാലേ നമുക്ക് ക്ലിയർ ആവും, എന്ത് ചെയ്യുക, ഈ വോയിസ് കേൾക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ഹിക്ഷൻ അപ്രോച്ച് മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഹിക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഇഫക്റ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, രണ്ടായിട്ട് അസംപ്ഷൻ വെച്ചിട്ടുണ്ട്. എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻകം എഫക്റ്റും ഉണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, റിയൽ ഇൻകം ഉണ്ടാകുമ്പം ആ റിയൽ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 10 8 ആയിട്ടുണ്ടെങ്കിൽ ആ 8ക്ക് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഗെയിനായിട്ട് 2 കിട്ടുന്നുണ്ട്. ആ എമൗണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ വസ്തുക്കൾ വാങ്ങുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നത്തെ സാഹചര്യത്തിനെക്കാട്ടി നന്നായിട്ട് ബെറ്ററായിട്ട് പറയാനും വയ്യ, എന്നാൽ മുന്നത്തെ സാഹചര്യത്തിനെക്കാട്ടി ഏറ്റവും കുറഞ്ഞു, യൂട്ടിലിറ്റി കുറഞ്ഞു എന്നും പറയാൻ വയ്യ. അതിനെയാണ് ഇത് ഹിക്ഷൻ അപ്രോച്ച് പറയുന്നത്. ഓക്കെ, അതൊന്ന് അക്കോർഡിംഗ് ടു ഹിക്സ് എന്നുള്ള ആ പോയിന്റ് മുതലൊന്ന് വായിച്ച് നോക്കുക, ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, എന്താ ഹിക്ഷൻ അപ്രോച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദ പ്രൈസ് എഫക്റ്റ് ഈസ് വ്യൂഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻകം. ഇപ്പം നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്, ഒന്നും കൂടി പറയുകയാണ്. ദ പ്രൈസ് എഫക്റ്റ് വ്യൂസ് ആസ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സോ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ഓൾവേസ് വർക്ക് ഇൻ എ വൺ ഡയറക്ഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഒരേ ഡയറക്ഷനിൽ മാത്രമാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. എ കൺസ്യൂമർ ഓൾവേസ് ഇൻഡ്യൂസ്ഡ് ബൈ മോർ യൂണിറ്റ് ഓഫ് എ ചീപ്പർ ഗുഡ്സ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ചീപ്പ് ഗുഡ്സ് വില കുറയുന്നതനുസരിച്ച് കൂടുതൽ വാങ്ങാൻ നോക്കും. ഇൻകം ഇഫക്റ്റ് ഓൺ അതർ ഹാൻഡ് കുഡ് ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഇൻ കേസ് ഓഫ് നോർമൽ ഓർ ഇൻഫീരിയർ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഡയറക്ഷനാണ് ഉണ്ടാവുക, എന്നാൽ ഇൻകം എഫക്റ്റിൽ നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം, ഓർ ന്യൂട്രൽ ഉണ്ടാവാം. അത് ഓരോ പ്രൊഡക്റ്റിനും നോർമലോ ഇൻഫീരിയർ ആൻഡ്
അതർ ആർ ഡിഫറൻസ് ആയിരിക്കും, ഗിഫൺ ഗുഡ്സിലായിരിക്കും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ ദെർഫോർ the price effect as the final outcome of the substitution and income effect depends upon their relative direction and magnitude. Okay, this is we can summarize this figure. ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. കുറച്ച് വിശദമായിട്ട് അടുത്ത ഗ്രാഫൊക്കെ പറയുന്നുണ്ട്, അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ 3 നേച്ചറിലുള്ള പ്രൊഡക്റ്റ് പറയുന്നുണ്ട്: നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് ഗിഫൺ ഗുഡ്സ്. ഓക്കെ, എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ, ഇൻകം ഇഫക്റ്റും. ഓക്കെ, അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് എക്സ് ആണ് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ എന്താണ് സാഹചര്യമായിട്ട് പറയുന്നതാണ് പറയുന്നത്. നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ഓക്കെ, നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡാണ്. ഓക്കെ, എന്നാൽ ഇൻകം ഇഫക്റ്റിൽ എന്താണ് അവിടെ, ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. ഓക്കെ, എന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റിൽ എന്തല്ല, അവിടെ ഒരു ചേഞ്ചസും വരുന്നില്ല. എന്നാൽ അവിടുത്തെ പ്രൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുള്ളത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ വേറൊരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ആവുന്നുണ്ട്. എന്നാൽ ഇൻകം എഫക്റ്റിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിക്രീസ് ചെയ്യാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ലെവൽ വരെ എന്ത് ചെയ്യും, ആ സാധനം കൂടുതൽ വാങ്ങും. ഓക്കെ, പക്ഷെ നമ്മുടെ ഇൻകം ലെവൽ അവിടെ ഉയരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഇൻകം എഫക്റ്റ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ ഇൻകത്തിൽ റിയൽ ഇൻകം ആയി മാറുന്ന ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. ആ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻകം അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ കുറവാണ് ആ പ്രൊഡക്റ്റിനെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉപയോഗം കുറച്ച് കണ്ട് നമ്മൾ മറ്റേ പ്രൊഡക്റ്റ് വാങ്ങും അല്ലേ. ഏതാണോ നോർമൽ ഗുഡ്സ് ആയിട്ടുള്ളത് അത് വാങ്ങും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി പറയാം. പറഞ്ഞു ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീപ്പ് പ്രൊഡക്റ്റാണ്. ചീപ്പ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഇൻകം ഒരു പ്രൈസ് താവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻകം കൂടുകയാണ്, റിയൽ ഇൻകം കൂടും. ആക്ച്വലി ഇൻകം അല്ല, റിയൽ ഇൻകം കൂടും. ഓക്കെ, അപ്പോൾ ചീപ്പർ പ്രൊഡക്റ്റ് ഒരു ലെവലിൽ വരെയൊക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങും. പിന്നെയും അത് ചീപ്പായിട്ട് വില കുറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങില്ല. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും, നോർമൽ ഗുഡ്സാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡിക്രീസ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻകം എഫക്റ്റ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രൈസ് ഇഫക്റ്റ് പോസിറ്റീവാണ്. ഓക്കെ, മൂന്നാമത്തെ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫൺ ഗുഡ്സ് ആണ്. ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. വില കുറഞ്ഞ ഒരു ചെറുതരം ഗുഡ്സാണ്. പക്ഷേ എന്താ ചെയ്യില്ല, ഓൾ ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് എ ഗിഫൺ ഗുഡ്സ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇൻക്രീസിങ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ഗുഡ്സ് എക്സ് എന്ത് ചെയ്യും, പ്രൈസ് കുറയുമ്പം ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് കൂടും. എന്നാൽ മറ്റേ ഇൻകം എഫക്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ്സ് എക്സ് ആണ്. നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, ഒരു താവുകയാണെന്നുണ്ടെങ്കിൽ, വില താവുകയാണെന്നുണ്ടെങ്കിൽ, ചീപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കൺസ്യൂമർ ആ പ്രൊഡക്റ്റ് തന്നെ പിന്നെയും വാങ്ങില്ല. അതിൻ്റെ ഉപയോഗം നിർത്തിക്കാണ്ട് അതിന് പകരം ഉപയോഗിക്കാവുന്ന നോർമൽ ഗുഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നോർമൽ ഗുഡ്സാണ് വാങ്ങുക. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിക്രീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ലെസ് ദാൻ ദി ഇൻകം ഇഫക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ഇഫക്റ്റ് എന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, അതാണ് ഇവിടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാനിതിൻ്റെ PPT ഫയൽ വിടുന്നുണ്ട്. ഈ ടേബിളിനെ ഒന്ന് ജസ്റ്റ് പോയിൻ്റാക്കി പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആ പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടിയും പറയുന്നില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് നിങ്ങൾ ഐഡിയ വെക്കുക. ഓക്കെ, ഇനി അവിടെ പറഞ്ഞിട്ടുള്ളത് ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് 3 കേസിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഈ ടേബിൾ പറഞ്ഞില്ലേ, ഈ നോർമൽ ഗുഡ്സ് ആണ്, ഇൻഫീരിയർ ഗുഡ്സ് ആണ്, ഗിഫൺ ഗുഡ്സ്, അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാഫ് രൂപത്തിൽ എങ്ങനെ ഉള്ളത് പഠിക്കണം. അത് ഓരോന്ന് പറഞ്ഞു നമ്മൾ എങ്ങനെയൊക്കെ വരില്ലെന്ന് ജസ്റ്റ് ഗ്രാഫ് രൂപത്തിൽ പറയാമെന്നുള്ളൂ. ഓക്കെ, ദെൻ ഡീകമ്പോസിഷൻ പ്രൈസ് ഇഫക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ആണ് ഇനി പറയാൻ പോകുന്നത്. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 2 കമ്മോഡിറ്റീസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈ
കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ now the price effect can be decomposed or broken up to part, that is substitution and income effect. Okay, so due to fall in the price ഓഫ് എക്സ് എന്നിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന കമ്മോഡിറ്റിൻ്റെ ഗുഡ്സ് എക്സിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, ചേഞ്ചസ് വരികയാണ്, കുറയാണ്. സോ ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റൈസസ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടും, റിയൽ ഇൻകം കൂടും. നമ്മൾ ഇൻകം റിയൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു. സോ ഈ ക്യാൻ പർച്ചേസ് മോർ വിത്ത് ഈസ് അഡീഷണൽ ഇൻകം അല്ലേ, അതാണ് നമ്മുടെ ഇക്ഷൻ അപ്രോച്ച് പറയുന്നത്. ആ റിയൽ ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യും, അയാൾ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യാമെന്നാണ് അവിടെ പറഞ്ഞത്. സോ ഇൻ ദി ഇക്ഷൻ സെൻസ് ദാറ്റ് to nullify the gain in real income due to fall in the price x. ഓക്കെ, നമ്മളാണ് പറഞ്ഞു ആ ഗെയിൻ ഇൻകം കൊണ്ട് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങി എന്താ വെച്ചാൽ ചെയ്യാമെന്നാണ്, അവിടെ തന്നെ കയ്യിലിരിക്കുക, അങ്ങനെ എന്താ വെച്ചാൽ ആ റിയൽ ഇൻകം കൊണ്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഹെൽഡ് ഇൻ ദി കോൺസ്റ്റൻറ്റ്. ഇൻ അതർ വേർഡ്സ്, മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് റെഡ്യൂസ്ഡ്. Okay, so the reduction of the money income which is just sufficient to neutralize the income effect in the fall in price, that is known as real income or compensating variation of income. ഓക്കെ, കോമ്പൻസേറ്ററി ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ എന്താണ് പി എ ആവുന്നുണ്ടല്ലോ, പി എൽ എന്ന ഈ ഗ്രാഫിൽ പോയിന്റ് കാണുന്നുണ്ട്. പി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബജറ്റ് ലൈനാണ്. PL1 ബജറ്റ് ലൈനാണ്. ഓക്കെ, ദെൻ എ ബിയും ബജറ്റ് ലൈനാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിന് നോർമൽ ഗുഡ്സ് പ്രൈസ് കുറയാണ്. പ്രൈസ് കുറയുമ്പോൾ പി ആൻഡ് എ ആവുമല്ലോ. ആ പിയും എയും ഇടയിൽ വരുന്ന പൊസിഷനെ പറയുന്ന പേരാണ് എന്ത്, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഓഫ് ഇൻകം ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്ന് എക്ക് എത്തുമ്പോൾ ആ റിയൽ ഇൻകത്തിലുള്ള ഉണ്ടല്ലോ, റിയൽ ഇൻകം, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോമ്പൻസേറ്ററി വേരിയേഷൻ ഓഫ് ഇൻകത്തിൽ പറഞ്ഞത് ഇറ്റ് ഈസ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഇൻകം ദാറ്റ് റിട്ടേൺസ് ദി കൺസ്യൂമേഴ്സ് ടു ദി ഒറിജിനൽ യൂട്ടിലിറ്റി ആഫ്റ്റർ ദി എക്കണോമിക് കണ്ടീഷൻ. ഓക്കെ, ഓർ എക്കണോമിക് ചേഞ്ചസ് ആർ ഒക്കേർഡ്. ഇവിടെ പ്രൈസിൽ കുറവ് വരുമ്പോൾ പിന്ന് എക്ക് വരുന്ന ആ ഏരിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഓഫ് ഇൻകം എന്നുള്ള ടേം പറയുന്നത്. അവിടെ പറഞ്ഞത് എന്താണ്, ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പം അവിടെ കിട്ടുന്ന റിയൽ ഇൻകം ഉണ്ടല്ലോ, ആ റിയൽ ഇൻകത്തിൻ്റെ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം എന്ന് പറയണത്. ഓക്കെ, അതുപോലെ തന്നെ കോമ്പൻസേറ്റഡ് ബജറ്റ് ലൈൻ ഉണ്ട്. ഏതാണ്, എ ബി ഉണ്ടല്ലോ. നമ്മളുടെ ആദ്യത്തെ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PL1 ആയിരുന്നു, അല്ലെങ്കിൽ PL ആയിരുന്നു ആദ്യത്തെ ബജറ്റ് ലൈൻ. അപ്പോൾ അവിടെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബജറ്റ് ലൈന് AB മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്രാഫ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ആ AB ആണ് ഏത്, കോമ്പൻസേറ്റഡ് ബജറ്റ് ലൈന്. ഓക്കെ, AB ആണ് കോമ്പൻസേറ്റഡ് ബജറ്റ് ലൈന്. അപ്പോൾ കോമ്പൻസേറ്ററി ഇൻകം എന്താണെന്ന് പറഞ്ഞു, എന്താണ് കോമ്പൻസേറ്ററി ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ പ്രൈസ് ചേഞ്ച് ദ മിനിമം ഇൻകം ദാറ്റ് അലൗസ് ദ കൺസ്യൂമർ ടു അറ്റൈൻ ദി ഒറിജിനൽ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൾഡ് കോമ്പൻസേറ്ററി ഇൻകം. ഓക്കെ, അതാണ് കോമ്പൻസേറ്ററി ഇൻകം അഥവാ റിയൽ ഇൻകം ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ ബജറ്റ് ലൈൻ ദ അസോസിയേറ്റഡ് വിത്ത് ദി കോമ്പൻസേറ്ററി ഇൻകം ഈസ് കോൾഡ് കോമ്പൻസേറ്റഡ് ബജറ്റ് ലൈൻ. ഓക്കെ, ആ PL നിന്ന് AB മാറുമ്പം ഉള്ള ബജറ്റ് ലൈനിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റഡ് ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so to determine whether the effect of positive or negative, one should be understand the movement of equilibrium point. ഓക്കെ, ഇവിടെ ഇക്വിലിബ്രിയം പോയിൻ്റ് ഏതാ, ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വൺ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമർ വിൽ ബൈ movement of the equilibrium point. If the movement of backward it will be negative, then consumer will buy less. On other hand, the movement of forward, that is positive. Okay, then the consumer will buy more. So when we look at the movement of from one point to another, we can understand that extent of change. That means how much more purchased or how much is to be less purchased. ഓക്കെ, കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആ രണ്ട് ടേം ഒന്ന് മനസ്സിലാക്കുക, കോമ്പൻസേറ്റഡ് വേരിയേഷനും കോമ്പൻസേറ്റഡ് ബജറ്റ് ലൈനും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണ് പറയുന്നത്, ഇനി ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലാണ് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഡീകമ്പോസിഷൻ പറഞ്ഞിട്ടുള്ളത് ഒരു ലെവൽ വരെ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് കൂടുതൽ വാങ്ങും. പിന്നെ ആ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ യൂസേജ്, ഇപ്പോൾ ഗുഡ്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് നിർത്തിയിട്ട് എന്ത് ചെയ്യും, നോർമൽ ഗുഡ്സൊക്കെ മാറും എന്നാണ് ഈ ഡീകമ്പോസിഷൻ്റെ കേസിൽ ഇൻഫീരിയർ ഗുഡ്സ്
കാര്യം പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നോട്ട്സ് ഒന്ന് വിടുന്നുണ്ട്, കൂടുതൽ പറയുമ്പോൾ കൺഫ്യൂഷൻസ് വരുത്തും. ഓക്കെ, സോ ഹിയർ ദ ഷോൺ ദിസ് ചാർട്ട് we can that substitution and income effect as the working in the opposite direction. ഓക്കെ, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ? നമ്മൾ ആ ടേബിൾ നോക്കിയാൽ മതി. ആ ടേബിൾ ജസ്റ്റ് വിശദമായിട്ട് പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ടേബിൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. Okay, so the substitution effect and income effect is working in the opposite direction. Goods X become relatively cheaper with fall in its price, and the consumer tend to increase the consumption. Okay, however the income effect is negative. The consumer tend to reduce consumption of goods X, and it is an inferior goods. So this shown the income consumption curve, which is the positive. The magnitude of substitution effect is greater than the income effect. So the consumer finally tend to increase consumption of goods X from OX to OX1 with fall in the price. Okay, ഇവിടെ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് ഡികമ്പോസിഷൻ ഓഫ് എഫക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ലെവൽ വരെ ആ ചീപ്പർ പ്രൊഡക്റ്റ് ഇൻഫീരിയർ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. പിന്നെയും വില കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻകം, അവിടെ റിയൽ ഇൻകം കൂടുന്നുണ്ട് അല്ലേ. ആ റിയൽ ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നോർമൽ ഗുഡ്സ് വാങ്ങുകയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ ഇൻഫീരിയർ ഗുഡ്സ് ആണ് അല്ലേ. സോ ഇവിടെയും പറയുന്നത് എന്താണ്, ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ ഇൻഫീരിയറിൽ എന്താണോ പറഞ്ഞത് അതേ ഐറ്റം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ABPL ഒക്കെ എന്താണ് ബജറ്റ് ലൈനാണ് കേട്ടോ. പിന്നെ IC1 U1 U2 എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, നമ്മുടെ ഇൻഡിഫറൻസ് കർവാണ്. ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻഫീരിയർ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഗിഫൺ ഗുഡ്സ് എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് ആണ് അല്ലേ. ഇൻഫീരിയറിന് ചീപ്പായിട്ട് കിട്ടുന്ന ഒരേ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നമ്മുടെ ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ വില കുറയുമ്പം ഒരു പരിധി വരെ എന്ത് ചെയ്യും, ആ സാധനം നമ്മൾ വാങ്ങും. പിന്നെയും ലോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം നിർത്തിയിട്ട് നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അവിടെ വരും. നമ്മൾ പ്രൊഡക്റ്റ് Y അല്ലെങ്കിൽ ഗുഡ്സ് Y വാങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗം കൂടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ ഗ്രാഫിൽ ഷോ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ഹിഗ്ഷൻ അപ്രോച്ച് മനസ്സിലാക്കി വെക്കുക. അത് ഏതിലൊക്കെ പറയുന്നുണ്ട്, 3 ടൈപ്സ് ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ 3 രൂപത്തിലാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് മെയിനായിട്ട് മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി. ഇതിനെ ഒന്ന് വിശദീകരിച്ച് പറയുന്ന പോയിൻറ്റ്സാണ് ഈ ഗ്രാഫിലും ഈ നോട്ട്സിലൊക്കെ പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വരുമെന്ന് അറിയാം, എന്നാലും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. ഇന്നത്തെ ഇത് കുറച്ചൊന്ന് ലോങ്ങാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും. നോട്ട്സും PDF ഫയൽ വിടുന്നത് അതൊന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ കൂടെ ഈ നോട്ട്സും എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.